നവകേരളം യാഥാർത്ഥ്യമാകുന്നത് ഭേദചിന്തയില്ലാത്ത മനുഷ്യരെ സൃഷ്ടിക്കുമ്പോഴാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമൂഹത്തെ പിറകോട്ട് വലിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ തുറന്നുകാട്ടാൻ കലാസാംസ്കാരിക ലോകത്തിന് കഴിയണമെന്നും മുഖ്യമന്ത്രി. ദേശീയപാത പട്ടിക്കാട് കല്ലുടുക്കിൽ വലഞ്ഞ യാത്രക്കാർ. മഴയിൽ കുഴികൾ രൂപപ്പെട്ടതാണ് ഗതാഗതക്കുരുക്കിന് ഇടയാക്കിയത്. കലൂർ പാടമഴയിൽ വാഹനാപകടത്തിൽ ഇലത്താള കലാകാരൻ മരിച്ചു. നായരങ്ങാടി സ്വദേശി രഞ്ജിത്താണ് മരിച്ചത്. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിൽ പോരുമുറുകുന്നു. കോൺഗ്രസ് സർക്കിൾ സഹകരണ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ടി വി പൌലോസ് വീരോലിപ്പാടം ക്ഷീരസംഘം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. കള്ളംവെള്ളാനിയിൽ സ്വകാര്യ ബസിനും ജീവനക്കാർക്കും നേരെ ആക്രമണം. സംഭവവുമായി ബന്ധപ്പെട്ട 3 പേരെ കസ്റ്റഡിയിലെടുത്തു. ചാവക്കാട് നഗരസഭാ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. ആനയുടെ ആക്രമണത്തിൽ മരിച്ച യുവാവിന്റെ മൃതദേഹം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്താതെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചയച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. നവകേരളം യാഥാർത്ഥ്യമാകുന്നത് ഭേദചിന്തയില്ലാത്ത മനുഷ്യരെ സൃഷ്ടിക്കുമ്പോഴാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമൂഹത്തെ പിറകോട്ട് വലിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ തുറന്നുകാട്ടാൻ കലാസാംസ്കാരിക ലോകത്തിന് കഴിയണമെന്നും മുഖ്യമന്ത്രി. നവകേരളം യാഥാർത്ഥ്യമാകുന്നത് ഭേദചിന്തയില്ലാത്ത മനുഷ്യരെ സൃഷ്ടിക്കുമ്പോഴാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇടതുപക്ഷ സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരും കലാകാരന്മാരുമായി സംവദിക്കുന്ന പരസ്പരം പരിപാടി പുഴയ്ക്കൽ ലുലു കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും ഒക്കെ എതിരെ വലിയ തോതിൽ കേരളീയ സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിൽ പഴയ സന്യാസ ശ്രേഷ്ഠന്മാർ വഹിച്ച പങ്കില്ലേ? അതിൽ ശ്രീനാരായണ ഗുരുവിന്റെ പങ്ക് പ്രത്യേകം കാണാൻ കഴിയില്ലേ? ഇന്ന് നമ്മുടെ സമൂഹത്തെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം വൻതോതിൽ നടത്തുന്നത് വേണ്ട രീതിയിൽ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് നിഷ്കളങ്കരാണ്. നിഷ്കളങ്കതയോടെ ജീവിക്കുന്ന ജനവിഭാഗങ്ങളാണ്. ആ ജനവിഭാഗത്തിൻ്റെ അടുത്തേക്ക് പല പേരിൽ എത്തിപ്പെടാൻ ആളുകൾ ശ്രമിക്കുകയാണല്ലോ. സാധാരണ ചട്ടക്കൂടിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടതായിട്ട് വരും. എങ്ങനെയാണ് ഇത്തരമൊരവസ്ഥയെ ഫലപ്രദമായി പ്രതിരോധിക്കാനാവുക? പഴയ സമൂഹത്തിൻ്റെ സ്ഥിതി തിരിച്ചെടുത്ത് അവിടുന്ന് കൂടുതൽ പുരോഗതിയിലേക്ക് എങ്ങനെ കൊണ്ടുപോകാനാകും? ഇതാണ് ഗൗരവമായി നാം ചിന്തിക്കേണ്ട വിഷയം എന്നാണ് എനിക്ക് തോന്നുന്നത്. നാടിനെ പുരോഗമനോന്മുഖമായി മാറ്റിയെടുക്കാൻ എക്കാലത്തും നിലകൊണ്ടവരാണ് കലാസാഹിത്യ രംഗം, സാംസ്കാരിക രംഗം. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ പ്രത്യേക ചുമതല ഉള്ളവരാണ് കലാസാഹിത്യ രംഗത്തുള്ളവർ, സാംസ്കാരിക രംഗത്തുള്ളവർ എന്നത് തിരിച്ചറിയാനാവണം. മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രമുഖ കലാസാഹിത്യ സാംസ്കാരിക പ്രവർത്തകരായ ആദ്യകാല നടി നിലമ്പൂർ ആയിഷ, നർത്തകി കലാമണ്ഡലം ക്ഷേമാവതി, സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ, എഴുത്തുകാരൻ ടി.ഡി. രാമകൃഷ്ണൻ, സംവിധായകൻ തരുൺ മൂർത്തി, ഡോക്ടർ ഭാനുമതി തുടങ്ങി 15 പേരെ മുഖ്യമന്ത്രി ആദരിച്ചു. തുടർന്ന് മുഖ്യമന്ത്രി കലാസാഹിത്യ സാംസ്കാരിക രംഗത്ത് നിന്നുള്ളവരുമായി സംവദിച്ചു. ദേശീയപാത പട്ടിക്കാട് കല്ലുടുക്കിൽ വൻ ഗതാഗത കുരുക്ക്. പുലർച്ചെ 4 മുതലാണ് ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത്. വാഹനങ്ങളുടെ നിര കുതിരാൻ തുരങ്കം വരെ നീണ്ടു. ദേശീയപാതയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ കുഴികൾ രൂപപ്പെട്ടതാണ് ഗതാഗത കുരുക്കിന് ഇടയാക്കിയത്. കല്ലുടുക്ക് മുതൽ കുതിരാൻ തുരങ്കം വരെയുള്ള 5 കിലോമീറ്ററോളം വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു. സ്വകാര്യ ബസ്സുകൾ സർവീസ് പൂർത്തിയാക്കാനാകാതെ പാതിവഴിയിൽ സർവീസ് നിർത്തി. കല്ലൂർ പാടം വഴിയിൽ വാഹനാപകടത്തിൽ ഇലത്താള കലാകാരൻ മരിച്ചു. കീനൂർ മണികണ്ഠൻ എന്നറിയപ്പെടുന്ന നായരങ്ങാടി സ്വദേശി തൈക്കാട്ട് വീട്ടിൽ 41 വയസ്സുള്ള രഞ്ജിത്താണ് മരിച്ചത്. ഇന്നലെ രാത്രി 8:30 അപകടം. സ്കൂട്ടർ മറിഞ്ഞ് റോഡിൽ വീണ് കിടക്കുന്ന നിലയിലാണ് രഞ്ജിത്തിനെ കണ്ടെത്തിയത്. അരമണിക്കൂറോളം റോഡിൽ ഇയാൾ കിടന്നതായി പറയുന്നു. നാട്ടുകാരും പോലീസും ചേർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകുകയുള്ളൂ എന്ന് പോലീസ് പറഞ്ഞു. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കീനൂർ അനുഷ്ഠാന കലാക്ഷേത്രത്തിലാണ്
മണികണ്ഠൻ മേളം അഭ്യസിച്ചത്. ഏഷ്യാഡ് ശശി മാരാരുടെ ശിഷ്യനായിരുന്നു. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി വാദ്യകലാരംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമായിരുന്നു. തൃശൂർ പൂരത്തിൽ തിരുവമ്പാടി വിഭാഗത്തിന്റെ മേളത്തിലും ആറാട്ടുപുഴ പൂരം, പെരുവനം പൂരം, കൂടൽമാണിക്യം, തൃപ്പൂണിത്തുറ തുടങ്ങി പ്രധാന പൂരങ്ങളിലും മേളനിരയിൽ പങ്കാളിയായിട്ടുണ്ട്. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിൽ പോരുമുറുകുന്നു. കോൺഗ്രസ് സർക്കിൾ സഹകരണ യൂണിയൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട DCC നടപടി നേരിട്ട TV പൌലോസ് വിരോലിപ്പാടം ക്ഷീരസംഘം പ്രസിഡന്റ് സ്ഥാനവും ഡയറക്ടർ സ്ഥാനവും രാജിവെച്ചു. DCC പൌലോസിനെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ് രാജി. തലപ്പിള്ളി താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോമിനേഷൻ പിൻവലിച്ചതിനാണ് നടപടിയെന്നാണ് DCC നേതൃത്വം പറയുന്നത്. എന്നാൽ സംഘം പ്രസിഡന്റുമാരുടെയും സഹപ്രവർത്തകരുടെയും ആവശ്യപ്രകാരം നോമിനേഷൻ നൽകിയെങ്കിലും തുടർന്ന് പാർട്ടിയുടെ മണ്ഡലം മുതൽ DCC വരെയുള്ള ഒരു നേതാവും തന്നെ ബന്ധപ്പെടുകയോ പാർട്ടിയുടെ പാനലിൽ സ്ഥാനാർത്ഥിയാണെന്ന് അറിയിക്കുകയോ ചെയ്യാത്തതിനാൽ ഉത്തരവാദിത്തമുള്ള കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയ്ക്ക് നോമിനേഷൻ പിൻവലിക്കുകയാണുണ്ടായതെന്ന് പൗലോസ് പറഞ്ഞു. അപ്പോൾ പാർട്ടി തന്നെ സസ്പെൻഡ് ചെയ്തപ്പോൾ ഇനിയിപ്പോൾ പാർട്ടിക്ക് തന്നെ ആവശ്യമില്ലായിരിക്കും. അപ്പോൾ നമുക്കൊരു മാനസിക സംഘർഷം ഉണ്ടല്ലോ. കഴിഞ്ഞ രമ്യ ഹരിദാസിൻ്റെ ആദ്യത്തെ പാർലമെൻറ്റിൽ 489 വോട്ടാണ് ഇവിടുന്ന് പ്ലസ് കൊടുത്തത്. ഈ പ്രാവശ്യം 430 വോട്ടോളം എൻ്റെ ബൂത്തിൽ നിന്ന് പ്ലസ് കൊടുത്താണ്. അതിനെല്ലാം മുന്നിൽ നിന്നാണ് ഞാൻ 30-35 വർഷമായിട്ട് ഈ പാർട്ടിയെ അവിടെ മുന്നിൽ നിന്ന് നയിക്കുന്ന ആളാണ് ഞാൻ. എന്നെ യാതൊരു കാരണവും കൂടാതെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് പിന്നെ അത് ഈ നടപടിയാണ്. ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് ജില്ലാ പ്രസിഡന്റോ ബ്ലോക്ക് പ്രസിഡന്റോ മണ്ഡലം പ്രസിഡന്റോ എന്നെ അറിയിച്ചിട്ടില്ല. ഞാൻ 2-3 പ്രസിഡന്റുമാരായിട്ടും എൻ്റെ സഹപ്രവർത്തകരുടെ ആലോചിച്ച് നോമിനേഷൻ കൊടുത്തു. ഞാനത് പിൻവലിച്ചു. ഇത്രമാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. 400-ലധികം വോട്ട് നൽകുന്ന ഒരു ബൂത്തിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രവർത്തകൻ എന്ന പരിഗണന പോലും നൽകാതെ എടുത്ത ഈ നടപടിയിൽ പ്രതിഷേധിച്ചാണ് തന്റെ രാജിയെന്നും TV പൗലോസ് പറയുന്നു. TCV ന്യൂസ്, വടക്കാഞ്ചേരി. കളം-വെള്ളാനിയിൽ സ്വകാര്യ ബസിനും ജീവനക്കാർക്ക് നേരെയും ബൈക്കിലെത്തിയ 4-അംഗ സംഘം ആക്രമണം നടത്തിയതായി പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട 3 പേരെ കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസം രാത്രി ബൈക്കിൽ ബസ് ഇടിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് വെള്ളാനി റേഷൻ പീടികയ്ക്ക് സമീപം കാർളം ഇരിങ്ങാലക്കുട റൂട്ടിൽ സർവീസ് നടത്തുന്ന മംഗലത്ത് ബസിന് നേരെ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ ബസിന്റെ ചില്ലുകൾ തകർന്നു. ബസ് ജീവനക്കാരെ സംഘം മർദ്ദിച്ചു. മർദ്ദനത്തിൽ ബസ് ജീവനക്കാരായ മുരിയാട് സ്വദേശി ഒറവൻ തുരുത്തി വീട്ടിൽ വിനോദ്, താണിശ്ശേരി സ്വദേശി പ്ലാശ്ശേരി വീട്ടിൽ റിനീഷ് എന്നിവർക്ക് പരിക്കേറ്റു. ഗുരുതര പരിക്കേറ്റ വിനോദിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും റിനീഷിനെ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കാട്ടൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചാവക്കാട് നഗരസഭാ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. പുന്ന ക്ഷേത്രോത്സവത്തിനിടെ ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച മുതുവട്ടൂർ സ്വദേശി നിസാമിന്റെ മൃതദേഹം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്താതെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചയച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് താലൂക്ക് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. പോലീസ് വലയം ഭേദിച്ച് പ്രവർത്തകർ മുന്നോട്ടു പോകാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനിടയാക്കി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടന്നു. മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ മാറ്റിയത്. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മുൻ KPCC മെമ്പർ C ഗോപപ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫബിൻ രാജ് അധ്യക്ഷത വഹിച്ചു. പ്രതിപക്ഷ നേതാവ് KV സത്താർ, സംസ്ഥാന സെക്രട്ടറിമാരായ നിഖിൽ G കൃഷ്ണൻ, CS സൂരജ്, ജില്ലാ സെക്രട്ടറി അരവിന്ദൻ പല്ലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വേണ്ടത്ര വിവരമില്ലാത്തതുകൊണ്ട്, വേണ്ടത്ര ഈ വിഷയത്തെക്കുറിച്ച് വിശകലനം ചെയ്ത് പഠിക്കാത്തത് കൊണ്ടാണ് നിസാമുദ്ദീന്റെ കുടുംബത്തിന് ഇങ്ങനൊരു ദുരന്തം വരേണ്ടി വന്നത്. നിസാമുദ്ദീന്റെ ഓരോ അവയവവും കീറി മുറിച്ച് പരിശോധിക്കുമ്പോൾ അത് പോലീസ് സർജന്റെ ഫോറൻസിക് സർജന്റെ ആവശ്യം അത്യാവശ്യമാണ്. അതുകൊണ്ട് ഫോറൻസിക് സർജൻ ഇല്ലാതെ ഇത് നടത്താൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് തൃശൂർ നഗരത്തിൽ വൻ കഞ്ചാവ് വേട്ട. റെയിൽവേ സ്റ്റേഷന്റെ സമീപത്തു നിന്നും 25 കിലോ കഞ്ചാവ് വെസ്റ്റ് പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് 4 ഇതര സംസ്ഥാനക്കാരായ യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെസ്റ്റ് SI ക്രിസൽ രാജിന്റെ നേതൃത്വത്തിലാണ് കഞ്ചാവ് പിടികൂടിയത്. സംസ്ഥാനത്തെ +2 പരീക്ഷാഫലം മെയ് 22-ന് പ്രഖ്യാപിക്കും. ഉച്ചതിരിഞ്ഞ് 3-ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി ഫലം പ്രഖ്യാപിക്കും. ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയം പൂർത്തിയായതായി മന്ത്രി അറിയിച്ചിരുന്നു. 4,44,707 വിദ്യാർത്ഥികളാണ് 2ാം വർഷ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിരുന്നത്. ചാലക്കുടി പുഴയുടെ കാടുകുറ്റി പനമ്പിള്ളി കടവിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കാടുകുറ്റി അറക്കൽ വീട്ടിൽ 37 വയസ്സുള്ള ക്ലാരൻസ് ആണ് മരിച്ചത്. കൂട്ടുകാരനൊപ്പം കുളിക്കാനിറങ്ങിയ ക്ലാരൻസ് നീന്തുന്നതിനിടെ വെള്ളത്തിൽ മുങ്ങിപ്പോവുകയായിരുന്നു. ചാലക്കുടി
ഫയർഫോഴ്സ് നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ആളൂർ പഞ്ചായത്തിലെ പൊരുന്നാക്കുന്നിൽ 34 ലക്ഷം രൂപ ചെലവിൽ നവീകരിച്ച പൊരുന്നാച്ചിറ നാടിന് സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ.ആർ. ജോജോ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രതി സുരേഷ് അധ്യക്ഷത വഹിച്ചു. 42 വർഷങ്ങൾക്ക് ശേഷമാണ് ചിറയുടെ നവീകരണം നടന്നത്. മുൻ മുഖ്യമന്ത്രി ഇ.കെ. നായനാർ അനുസ്മരണം നടത്തി. മുല്ലശ്ശേരിയിൽ നടന്ന അനുസ്മരണ പരിപാടി CPM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം ആഷിഖ് വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി P.K. പ്രസാദ് അധ്യക്ഷനായിരുന്നു. P. ശിവദാസൻ, T.S. ഷാജി, സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. പ്രവാസി വ്യവസായിയായിരുന്ന പത്മശ്രീ C.K. മേനോന്റെ സ്മരണയ്ക്കായി ന്യൂ സ്റ്റാർ വടക്കേപ്പാടം ലഹരി വിരുദ്ധ സന്ദേശവുമായി 5ാമത് ഫ്ലഡ്ലിറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പാട്ടൂരാക്കൽ കോലോത്തുംപാടം വടക്കേപ്പാടം ഗ്രൌണ്ടിൽ നടന്ന ടൂർണമെന്റ് കോർപ്പറേഷൻ കൌൺസിലർ ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. ടൂർണമെന്റിൽ വടക്കേപ്പാടം FC ജേതാക്കളായി. എയ്ഡഡ് സ്കൂൾ നിയമനങ്ങൾ PSCക്ക് വിടണമെന്നും SC/ST വിദ്യാർത്ഥികളുടെ ആനുകൂല്യങ്ങൾ കാലോചിതമായി വർദ്ധിപ്പിക്കണമെന്നും KPMS ഏരിയ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കൊടകരയിൽ സംഘടിപ്പിച്ച സമ്മേളനം ജില്ലാ പ്രസിഡന്റ് MV ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് MT ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രാജൻ പാപ്പാളി, സീത പുഷ്പാകരൻ, അജിഷ രമേശ്, രമ്യ സനീഷ് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ഫ്രണ്ട്സ് മീറ്റ് ഭവന പദ്ധതിയുടെ 7ാം ഘട്ടത്തിന്റെ ഭാഗമായി അഴീക്കോട് മരപ്പാലത്തിന് സമീപം 2 നിർധന കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകി. KFM മുൻ പ്രസിഡന്റ് ഇസ്ഹാഖ് അലി ഉദ്ഘാടനം നിർവഹിച്ചു. KFM ട്രസ്റ്റ് ചെയർമാൻ മുഹമ്മദ് സഗീർ അയ്യാരിൽ അധ്യക്ഷത വഹിച്ചു. KFM മുൻ പ്രസിഡന്റ് നൌഷാദ് ചാലിൽ വീടുകളുടെ താക്കോൽ കൈമാറി. എറിയാട് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അസീം, അഴീക്കോട് പുത്തൻപള്ളി മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് നൌഷാദ് നമ്പൂരിമഠം, റഷീദ് പുതുശ്ശേരി എന്നിവർ സംസാരിച്ചു. അല്ലെങ്കിൽ മെഡിക്കലായാലും അവരുടെ വീടായാലും ഏത് പഠനോപകരണങ്ങളായാലും എന്താണ് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അവരുടെ മാനഹാനിക്ക് ഭംഗം വരാത്ത രീതിയിൽ അവർ വീടുകളിൽ എത്തിച്ചുകൊണ്ട് 30ഓളം ടീമുകളായി അവരെ ക്രോഡീകരിച്ചുകൊണ്ട് എല്ലാ മാസവും അവരുടെ സഹായങ്ങൾ അവരുടെ വീടുകളിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്ന 2.5 പതിറ്റാണ്ടായി AIYF മാറാത്തുകുന്ന് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പാലക്കൽ ഗ്രൌണ്ടിൽ നടന്നിരുന്ന VS അനിൽകുമാർ CR റെനിൽ സ്മാരക ഫുട്ബോൾ ടൂർണമെന്റിന് സമാപനമായി. 16 ടീമുകൾ മാറ്റുരച്ച ടൂർണമെന്റിൽ സ്മാർട്ട് ബോയ്സ് എങ്കേക്കാട് 1ാം സ്ഥാനവും 40 ബോയ്സ് തൂമാനം 2ാം സ്ഥാനവും കരസ്ഥമാക്കി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ യോഗം ഉദ്ഘാടനം ചെയ്തു. സുനിൽ കുന്നത്തേരി അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി സബ് ഇൻസ്പെക്ടർ R. പ്രകാശൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MR സോമനാരായണൻ, മണ്ഡലം സെക്രട്ടറി MU കബീർ, ലോക്കൽ സെക്രട്ടറി CV പൌലോസ് തുടങ്ങിയവർ സംസാരിച്ചു. മച്ചാട് രഞ്ജിത്തിന്റെ ശിക്ഷണത്തിൽ വാദ്യകല അഭ്യസിച്ച ശിഷ്യരുടെ പഞ്ചാരിമേളം അരങ്ങേറ്റം ഹൃദ്യമായി. മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ നടന്ന പഞ്ചാരിമേളം അരങ്ങേറ്റത്തിൽ 13 പേരാണ് പങ്കെടുത്തത്. മച്ചാട് രഞ്ജിത്തിന്റെ പിതാവ് മച്ചാട് ഉണ്ണി, രഞ്ജിത്തിന്റെ ഭാര്യ മിഥില, ശിഷ്യയായി ദേവസ്വം റവന്യൂ ഇൻസ്പെക്ടർ രജനി രതീഷ് എന്നിവർ പഞ്ചാരിമേളത്തിൽ കൊട്ടിക്കയറി. ഏകദേശം 70 ദിവസത്തോളം മേളം അഭ്യസിച്ചിരുന്നു. ഓൺലൈനിലൂടെ മേളം അഭ്യസിച്ചായിരുന്നു ശിഷ്യർ അരങ്ങേറ്റം കുറിച്ചത്. എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ അറിവ് ഉത്സവം സംഘടിപ്പിച്ചു. ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം രാജൻ എലവത്തൂർ ഉദ്ഘാടനം ചെയ്തു. ബാലവേദി പ്രസിഡന്റ് S. ശ്രീനന്ദിനി അധ്യക്ഷയായി. ബാലവേദി സെക്രട്ടറി ഷിഫ്ന ഷെറിൻ, ES. ദേവദത്ത് എന്നിവർ നേതൃത്വം നൽകി. T. രാജഗോപാൽ, TV ജോസ്, ASM പ്രശാന്ത്, ഗ്രാമീണ വായനശാല പ്രസിഡന്റ് KM അഷ്റഫ്, സെക്രട്ടറി സൗമ്യ യോഗേഷ് എന്നിവർ സംസാരിച്ചു.
ചോറ്റുപാറ സെന്റ് ജോസഫ് ദേവാലയത്തിൽ ഇടവക ദിനവും മതബോധന ദിനവും സംയുക്തമായി ആഘോഷിച്ചു. വടക്കാഞ്ചേരി ഫെറോന വികാരി ഫാദർ വർഗീസ് തരകൻ ഉദ്ഘാടനം ചെയ്തു. ഫാദർ ആന്റണി അമ്മുത്തൻ അധ്യക്ഷത വഹിച്ചു. കൈക്കാരന്മാരായ ജോബി കുരുവിനാൽ തൊടിയിൽ, ജോസ് കൊണ്ടിയാരത്ത്, പ്രതിനിധി യോഗം സെക്രട്ടറി ജോസ് പുളിക്കയിൽ, ഇടവക കേന്ദ്ര സമിതി കൺവീനർ സിജി കൊണ്ടിയാരത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് 15 വർഷത്തെ സേവനം പൂർത്തിയാക്കിയ ദേവാലയ ശുശ്രൂഷ വർഗീസ് കടക്കരപ്പള്ളി, SSLC പരീക്ഷയിൽ മുഴുവൻ A+ നേടിയ ജോഷുവ ചങ്ങനാത്തുണ്ടത്തിൽ, PSC റാങ്ക് ഹോൾഡർ മിലിൻ തോമസ് എന്നിവരെ ആദരിച്ചു. അഴീക്കോട് കടലിൽ മത്സ്യബന്ധനം നടത്തുകയായിരുന്ന തൊഴിലാളികൾക്ക് അവശനിലയിൽ ലഭിച്ച കടൽ പക്ഷി പരിചരണത്തിന്റെ 60 ദിവസങ്ങൾക്ക് ശേഷം സ്വതന്ത്രയായി. 35 നോട്ടിങ്കൽ മൈൽ അകലെ കടലിൽ വലയിടുകയായിരുന്ന വള്ളക്കാർക്കാണ് മാസ്കിഡ് ബൂബി എന്ന ഇനത്തിൽപ്പെട്ട പക്ഷിയെ കഴിഞ്ഞ മാർച്ച് 19 ലഭിച്ചത്. പറക്കാൻ കഴിയാത്ത വിധം ക്ഷീണിതനായിരുന്ന പക്ഷിയെ തൊഴിലാളികൾ വനം വകുപ്പ് റെസ്ക്യൂവർ കണ്ണൻ അഷ്ടപതിക്ക് കൈമാറുകയായിരുന്നു. കൊടുങ്ങല്ലൂർ വെറ്റിനറി പോളിക്ലിനിക്കൽ നടത്തിയ പരിശോധനയിൽ പക്ഷിക്ക് ഡയേറിയ ബാധിച്ചതായി കണ്ടെത്തി. തുടർന്ന് ചികിത്സയും പരിചരണവും കണ്ണൻ അഷ്ടപതി ഏറ്റെടുത്തു. 2 മാസത്തിനു ശേഷം ആരോഗ്യം വീണ്ടെടുത്ത പക്ഷിയെ കടലിൽ വിട്ടയച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് പുറംകടലിൽ നിന്നും പരിക്കേറ്റ നിലയിൽ ലഭിച്ച മാസ്ക്ഡ് ബൂബി എന്ന് പറയുന്ന ഒരു ദേശാടന പക്ഷിയെ വള്ളക്കാർക്ക് കിട്ടിയതായിട്ട് എന്നെ അറിയിക്കുകയും രോഗിയായിരുന്ന ആ പക്ഷിയെ ഞാൻ ഏറ്റുവാങ്ങി കൊടുങ്ങല്ലൂർ ഗവൺമെൻറ് വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിച്ച് പൂർണ്ണ ആരോഗ്യവാനാക്കി 60 ദിവസവും അതിന് മരുന്നും ഭക്ഷണവും എല്ലാം കൊടുത്ത് സംരക്ഷിച്ച് ഇന്നതിനെ കടലിൽ റിലീസ് ചെയ്യുകയാണ്. TCV ന്യൂസ് കൊടുങ്ങല്ലൂർ. വെളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയിലെ ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ ബാലസംഗമം സംഘടിപ്പിച്ചു. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം NS വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു. T സായി രാജേഷ് അധ്യക്ഷത വഹിച്ചു. അനന്യ ജയൻ, AU ഷിഹാബുദ്ദീൻ, ഇസ്ഹാൻ എന്നിവർ സംസാരിച്ചു. SSLCക്ക് ഉന്നത വിജയം നേടിയ ബാലവേദി അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. വെളിക്കുളങ്ങര സ്വദേശി ആഗ്നൽ ജോയ്ക്ക് തിരുനെൽവേലി മനോന്മണീയം സുന്ദരനാർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബോട്ടണിയിൽ ഡോക്ടറേറ്റ് ലഭിച്ചു. വെളിക്കുളങ്ങര വടാശ്ശേരി പറയതിനായ ജോയുടെയും റിട്ടയർഡ് പ്രധാനാധ്യാപിക മേഴ്സിയുടെയും മകനാണ് ആഗ്നൽ ജോയ്. കേരള പുലയർ മഹാസഭ പിണ്ടാണി കരിങ്ങാച്ചിറ ശാഖയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് ജില്ലാ ട്രഷറർ PC ബാബു ഉദ്ഘാടനം ചെയ്തു. മാള എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ CB ബിനോയ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. മാള ഏരിയ യൂണിയൻ സെക്രട്ടറി വിനയൻ മംഗലംപള്ളി, TU കിരൺ, CV ബൈജു, UD സജീവൻ എന്നിവർ സംസാരിച്ചു. ഉരുൾ താണ്ടും വനനാട് എന്ന കവിതയുടെ യൂട്യൂബ് പ്രകാശനം ചേറ്റുവയിൽ നടന്നു. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ പ്രകാശനം നിർവഹിച്ചു. കവി ഷാഡിൻ P ചാഴൂർ, ബിനീഷ് കൃഷ്ണൻ, റഫീഖ് സിരിൻസൺ, ശ്രീജ ഷാഡിൻ, കിരൺ ഷാഡിൻ, സഫാൻ, അഷ്റഫ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കുളിർനീർ കന്യകേ കോടമഞ്ഞിൻ ചേല ചുറ്റി പുലരിപ്പൂവിതൾ ചൂടി വയനാടൻ പച്ചപ്പട്ടെടുത്ത ശൈലശൃംഗങ്ങളെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേവാസമിതിയുടെ നേതൃത്വത്തിൽ കടങ്ങോട് 4-ാം വാർഡിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. BJP തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കുടിയേടത്ത് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ അഭിലാഷ് കടങ്ങോട് അധ്യക്ഷനായി. കുന്നംകുളം റേഞ്ച് എക്സൈസ് ഉദ്യോഗസ്ഥൻ ഗണേശൻ പിള്ള ലഹരിവിരുദ്ധ ബോധവൽക്കരണം നടത്തി. 8-ാം വാർഡ് മെമ്പർ MV ധനീഷ്, BJP സംസ്ഥാന സമിതി അംഗം E ചന്ദ്രൻ, നിഷാദ് തെക്കുമുറി, രാജേഷ് സജയൻ എന്നിവർ സംസാരിച്ചു. പഠനോപകരണ വിതരണ പരിപാടിയിലും അഭിലാഷ് കടങ്ങോട് വേദന. കൊടകര മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു. P രാധാകൃഷ്ണൻ, KK വെങ്കിടാചലം, KV രാമജയൻ, അനിൽ വടക്കേടത്ത് എന്നിവർ നേതൃത്വം നൽകി.
ഹൈസ്കൂൾ മലയാളം അധ്യാപക സംഗമത്തിന്റെ ഭാഗമായി കവി PN ഗോപികൃഷ്ണനെ ആദരിച്ചു. തൃശൂർ മോഡൽ ബോയ്സ് BEd ട്രെയിനിംഗ് കോളേജ് ഹാളിൽ നടന്ന ചടങ്ങിൽ കവിതയെക്കുറിച്ചുള്ള വിവരണവും അദ്ദേഹം നടത്തി. അന്തിക്കാട് BBC ഡോക്ടർ K ഉമാദേവി അധ്യക്ഷത വഹിച്ചു. ബിജിൻ കൃഷ്ണ കവിതാലാപനം നടത്തി. അധ്യാപകരായ K സിന്ധു, VK വർഗീസ്, NI സെബി, സീമ G നായർ, ബിന്ദു എന്നിവർ പങ്കെടുത്തു. സംഗമത്തിലൂടെ അധ്യാപക പ്രതിനിധികൾ തയ്യാറാക്കിയ പതിപ്പുകളുടെ പ്രകാശനവും നടത്തി. അതുകൊണ്ട് പാട്ടുപാടിയും 50 ആണ്ടിന്റെ ഓർമ്മകൾ അയവിറക്കിയും ചാലക്കുടി ഈസ്റ്റ് ഗവൺമെന്റ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം. വർഷപഞ്ചമി വന്നു ഇന്ദുമുഖി ഇന്ദുരാവിൽ എന്തു ചെയ്യൂ നീ എന്തു ചെയ്യൂ നീ. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു. ഈ പഴയകാല മലയാള ഹിറ്റ് ഗാനം ആലപിച്ച് ഗോകുൽദാസ് സഹപാഠികളായിരുന്നവരെ കൂട്ടിക്കൊണ്ടുപോയത് അരനൂറ്റാണ്ട് പിന്നിട്ട് തങ്ങളുടെ യൗവനകാലത്തേക്കായിരുന്നു. യുവജനോത്സവത്തിലെ ഗാനാലാപനത്തിൽ തന്നെ ഒന്നാം സ്ഥാനത്തെത്തിച്ച് സ്വരമാധുര്യം വീണ്ടും അയവിറക്കുമ്പോൾ തൃപ്പൂണിത്തറ സ്വദേശി S ഗോകുൽദാസിന്റെ മനസ്സ് ആർദ്രമായി. ഒപ്പം ഷഷ്ടിപൂർത്തി പിന്നിട്ട് ആദ്യകാല കൂട്ടുകാരുടെയും ഗവൺമെന്റ് ഈസ്റ്റ് ചാലക്കുടി ഹൈസ്കൂളിൽ ആദ്യമായി SSLC പരീക്ഷ എഴുതിയ സംഘത്തിന്റെയും ഒത്തുകൂടലായിരുന്നു വേദി. 1975 40 പേരാണ് 10ാം ക്ലാസ് പരീക്ഷ എഴുതിയത്. അന്നത്തെ കുട്ടികളായിരുന്ന MS അജിത അധ്യാപികയും വിഷ്ണു നമ്പൂതിരി ഹെഡ്മാസ്റ്ററുമായി. പത്മഭൂഷൺ രാഘവൻ തിരുമുൽപ്പാടിന്റെ മകനും മുഖ്യ സംഘാടകനുമായി ഡോക്ടർ K മുരളിയാകട്ടെ ആയുർവേദ കോളേജ് വാദ്യാരുമായി. അന്ന് സ്കൂൾ അസംബ്ലിയിൽ ആരംഭിച്ച പ്രാർത്ഥനാഗാനം വീണ്ടും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ആലപിച്ചു. കൂട്ടായ്മ ഇനിയും വിപുലമാക്കുമെന്ന് മുഖ്യ സംഘാടകൻ ഡോക്ടർ K മുരളി പറഞ്ഞു. TCV ചാലക്കുടി. പൊങ്ങണങ്കാട് സെന്റ് മേരീസ് ദേവാലയത്തിൽ ഇടവകയിൽ നിന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് മറ്റ് ഇടവകകളിലായിരിക്കുന്ന പെൺമക്കൾക്ക് വേണ്ടി പുത്രി സംഗമം സംഘടിപ്പിച്ചു. സൗഹാർദ്ദ സമ്മേളനം വികാരി ഫാദർ ജോബി ചുള്ളിക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ഡീക്കൻ നിധിൻ താഴത്ത്, സിസ്റ്റർ മേരി, കൈക്കാരൻ ജോഷി മാരിപ്പുറത്ത്, പ്രോഗ്രാം കൺവീനർ ജോമോൻ പല്ലൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂരിന് പുറമെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വർണ്ണ, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണ്ണം ഗ്രാമിന് 8,755 രൂപ, പവന് 70,040 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,398 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. നവകേരളം യാഥാർത്ഥ്യമാകുന്നത് ഭേദചിന്തയില്ലാത്ത മനുഷ്യരെ സൃഷ്ടിക്കുമ്പോഴാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമൂഹത്തെ പിറകോട്ട് വലിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ തുറന്നുകാട്ടാൻ കലാസാംസ്കാരിക ലോകത്തിന് കഴിയണമെന്ന് മുഖ്യമന്ത്രി. ദേശീയപാത പട്ടിക്കാട് കല്ലുടക്കിൽ വലഞ്ഞ യാത്രക്കാർ. മഴയിൽ കുഴികൾ രൂപപ്പെട്ടതാണ് ഗതാഗതക്കുരുക്കിന് ഇടയാക്കിയത്. കല്ലൂർ പാടംവഴിയിൽ വാഹനാപകടത്തിൽ ഇലത്താള കലാകാരൻ മരിച്ചു. നായരങ്ങാടി സ്വദേശി രഞ്ജിത്താണ് മരിച്ചത്. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിൽ പോരുമുറുകുന്നു. കോൺഗ്രസ് സർക്കിൾ സഹകരണ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട TV പൗലോസ് വീരൂരിപ്പാടം ക്ഷീരസംഘം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു.
കർലമിളാനിയിൽ സ്വകാര്യ ബസ്സിനും ജീവനക്കാർക്ക് നേരെ ആക്രമണം. സംഭവവുമായി ബന്ധപ്പെട്ട 3 പേരെ കസ്റ്റഡിയിലെടുത്തു. ചാവക്കാട് നഗരസഭാ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. ആനയുടെ ആക്രമണത്തിൽ മരിച്ച യുവാവിന്റെ മൃതദേഹം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്താതെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചയച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.